താരൻ പോകാനായിട്ട് മരുന്നോ എണ്ണയോ ഇല്ല. താരനാണ് നമ്മളുടെ ഇന്നത്തെ വിഷയം. താരനും ഒരു ശരീരത്തിനുള്ളിലെ മാലിന്യമാണ്. താരൻ എന്ന് പറയുന്നത് അസിഡിറ്റിയാണ്, പൂർണ്ണമായും അസിഡിറ്റിയാണ്. ബ്രെയിൻ വാട്ടർ അസിഡിറ്റി ഉണ്ടാകുന്നത്. ബ്രെയിൻ വാട്ടറിൽ അസിഡിറ്റിയുടെ തോത് കൂടുമ്പോൾ ആ അസിഡിറ്റി ഉള്ള രക്തത്തിൽ നിന്നും അസിഡിറ്റി കൂടിയ വിയർപ്പ് കണങ്ങൾ ബ്രെയിനിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ കോശങ്ങൾ ചത്തുപോകും. കോശങ്ങൾ ചത്തുപോയി കഴിഞ്ഞാൽ അതൊരു സ്കെയിൽ പോലെ അവിടെ ഇരിക്കും, ഒട്ടിപ്പിടിച്ചിരിക്കും. സ്വാഭാവികമായ തൊലി ചത്തു കഴിഞ്ഞാൽ ബാക്ടീരിയ തിന്ന് കഴുകിക്കളഞ്ഞ് നമുക്ക് പോകും. എന്നാൽ ഈ അസിഡിറ്റിയുള്ള വിയർപ്പ് കൊണ്ട് നേരത്തെ ചത്തുപോകുന്ന കോശങ്ങൾ അവിടെ തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കും. വീണ്ടും ആ രോമകൂപം അടഞ്ഞു പോവുകയും അതിലൂടെ വിയർപ്പ് പുറത്തോട്ട് വരാതിരിക്കുകയും അവിടെ അസിഡിറ്റി, ഉപ്പിന്റെയും ആസിഡിന്റെയും പുളിയുടെയും അംശങ്ങളുടെ തോത് കൂടുകയും പതുക്കെ അത് മുഴുവൻ വ്യാപിക്കുകയും ചെയ്യും. ശരീരം തലയോട്ടി മുഴുവൻ വ്യാപിച്ചിട്ട് ഒറ്റ പോലെ പൊളിഞ്ഞ് ചൊറിച്ചിലുണ്ടായി ഒറ്റ പോലെ പൊളിഞ്ഞ്. ചിലരുടെ കുട്ടികളെ തല കണ്ടുകൊടുക്കുന്നുണ്ട്, കട്ടി പിടിച്ചിരിക്കുക, 1/2 ഇഞ്ച് കനത്തില് കട്ടി പിടിച്ചിരിക്കുകയാണ്. ഇത് ത്വക്കിനുള്ളിൽ ആ തലയോട്ടിയുടെ ഉള്ളിലെ കോശങ്ങൾക്കുള്ളിൽ മാലിന്യങ്ങൾ, പ്രത്യേകിച്ചും അസിഡിറ്റി അക്യൂമുലേറ്റ് ചെയ്തുകൊണ്ടുണ്ടായതാണ്. അപ്പൊ ഇതിന്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കുക. തലയിലെ താരൻ ഒട്ടുമിക്കവർക്കും പ്രശ്നങ്ങളായി കഴിഞ്ഞിരിക്കുന്നു, ഒട്ടുമിക്കവർക്കും ഇന്നത്തെ സാഹചര്യത്തിൽ. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നല്ലൊരു ശതമാനവും അസിഡിറ്റി ഉണ്ടാക്കുന്നതാണ് എന്നുള്ളത് തന്നെയാണ്. ഓരോരുത്തർക്കും താരൻ കൂടിക്കൂടി വരുന്നു. എന്താണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് നമുക്ക് നോക്കാം. തലയിൽ ചൊറിച്ചിൽ ഉണ്ടാകുക, അത് താരന്റെ ലക്ഷണമാണ്. തലയിൽ നിന്ന് ഇങ്ങനെ പൊടികൾ പൊടിഞ്ഞു വീഴുക, സ്കെയിൽസ് പോലെ പൊടിഞ്ഞു വീഴുക, ചിതമ്പല് പോലെ തലയിൽ പൊട്ടി പൊളിഞ്ഞ് പുറത്തേക്ക് വരിക. ചീകുമ്പോ മുഴുവൻ ചീപ്പിനകത്തുണ്ടാകും. മുടിയലെല്ലാം നിറച്ച് വെള്ളം പോലെ എടുത്ത സാധനങ്ങൾ ഉണ്ടാകും. ഇത് ആ താരന്റെ ലക്ഷണമാണ്, താരന്റെ തുടക്കമാണ്. ഇതുകൊണ്ട് എന്താ സംഭവിക്കുക? ഈ അസിഡിറ്റി വന്നു, ആ രോമകൂപങ്ങൾ അടഞ്ഞു, അവിടുത്തെ രോമം പിന്നെ കിളിക്കില്ല, മുടി പൊഴിയാൻ തുടങ്ങും. മുടിയുടെ പൊഴിച്ചിൽ, അതിനാൽ മുടി പോകും, മുടിയുടെ കട്ടി കുറയും. സാധാരണയിൽ പെട്ടെന്ന് ഇത് വരുന്നത് തിക്ക് മുടിയുള്ളവർക്കാണ്. ആ തിക്ക് മുടിയുള്ളവർ വിയർപ്പുണ്ടായിട്ട് വിയർപ്പിന്റെ പുളിമണം ഉണ്ടാകും, ഒരു ആസിഡിന്റെ മണം പോലും ഉണ്ടാകും. അതിശക്തമായി തിങ്ങി വളരുന്ന മുടി ഉള്ളവരിൽ ഉടനെ നന്നായിട്ട് അത് കഴുകി കളഞ്ഞില്ലെങ്കിൽ, അസിഡിറ്റി മാറ്റാനുള്ള നടപടി എടുത്തില്ലെങ്കിൽ അവർക്ക് താരൻ 100% ഉറപ്പാണ്. അതായത് സാധാരണ മുടിയുള്ളവരെക്കാളും കട്ടിയുള്ള മുടിയുള്ളവർക്ക് ആണ് താരൻ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതൽ. കാരണം വിയർക്കുമ്പോൾ ആ വിയർപ്പ് ആ മുടിക്കുള്ളിൽ തന്നെ തങ്ങി നിന്ന് അവിടുത്തെ കോശങ്ങൾ മുഴുവൻ ചത്തുപോയിട്ട് അവിടെ തന്നെ അടിഞ്ഞുകൂടി വരും. മുടി പൊട്ടിപ്പോവും, മുടി വിണ്ട് കീറും, മുടി 2ആയിട്ട് കീറുക, മുടി പൊട്ടിപ്പോവുക, ഇതെല്ലാം താരന്റെ ലക്ഷണങ്ങളാണ്. അവസാനം എത്തിച്ചേരുക കഷണ്ടിയിലായിരിക്കും. കഷണ്ടി വരും. അച്ഛനോ അമ്മയ്ക്കും കഷണ്ടി, പാരമ്പര്യമായി കഷണ്ടി ഇല്ലാത്ത കുട്ടികൾക്ക് പോലും കഷണ്ടി വരും. കാരണം രോമകൂപങ്ങൾ അല്ലെങ്കിൽ രോമം കിളുക്കുന്ന, മുടി കിളുക്കുന്ന ആ രോമകൂപങ്ങൾ മുഴുവൻ അടഞ്ഞ് ചത്തുപോകുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇങ്ങനെ ഇപ്പൊ പാരമ്പര്യമായിട്ടുള്ള കഷണ്ടി ഇതും തമ്മിൽ ഇച്ചിരി വ്യത്യാസം കാണാൻ പറ്റും. അതായത് തലയിലൂടെ മുടി പുറത്തേക്ക് വരാൻ പറ്റാതെ വരുമ്പോൾ ഇവരുടെ ശരീരങ്ങളിൽ മുഴുവൻ രോമമായിരിക്കും, കഷണ്ടി വരികയും ചെയ്യും. അതായത് മുടി വേണ്ടിടത്ത് മുടി വരാതിരിക്കുകയും ബാക്കിയുള്ള ഭാഗങ്ങളിൽ മുടി അധികരിക്കുകയും ചെയ്യും. ഇത് ജനറ്റിക്, അതായത് പരമ്പരാഗതമായി കഷണ്ടി ഇല്ലാത്തവരിൽ പോലും കണ്ടുവരുന്നതാണ്. ഈ കഷണ്ടിയുടെ കാരണം ഈ താരൻ, അസിഡിറ്റി കൊണ്ടുണ്ടാകുന്ന താരനാണ്. താരൻ തലയിൽ നിന്നും പതുക്കെ അത് നെറ്റിയിലേക്ക് ഇറങ്ങി അവസാനം പുരികത്തിൽ പോലും വരും. പുരികങ്ങളില് ചൊറിച്ചിൽ വരും. ചൊറിയുമ്പോഴത്തേക്ക് തൊലി പൊടിഞ്ഞു വരും. എൻ്റെ അടുക്കെ ചിലർ വന്നിട്ടുണ്ട്, രാവിലെ ഉറങ്ങി രാവിലെ എഴുന്നേക്കുമ്പോ കട്ടിലിൽ നിന്നും ഒരു കൈ നിറച്ച് ചത്ത തൊലി പൊടിഞ്ഞു കിടക്കുന്നത് വാരി എടുക്കേണ്ടി വരുന്നു.
ഇതിനും മാത്രം അതിന്റെ കാരണം ഉണ്ടാകാൻ അസിഡിറ്റി മാത്രമാണ്. യാതൊരു സംശയവും ആർക്കും വേണ്ട. അസിഡിറ്റി, അത് രക്തത്തിന്റെ അസിഡിറ്റിയും മജ്ജയുടെ അസിഡിറ്റിയും. ഈ മജ്ജയിൽ ഉണ്ടാകുന്ന അസിഡിറ്റിയാണ് ബ്രെയിൻ വാട്ടറിനെയും അസിഡിക് ആക്കുന്നത്. അതായത് കൂടുതൽ നാൾ രക്തത്തിൽ അസിഡിറ്റി നിൽക്കുക. ആ അസിഡിറ്റി നിന്ന് കഴിഞ്ഞാൽ പതുക്കെ അത് മജ്ജയെ സ്വാധീനിക്കും. മജ്ജയെ സ്വാധീനിച്ചാൽ മജ്ജയും കുറച്ച് അസിഡിറ്റി ഉണ്ടാകും. അസിഡിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ ബ്രെയിൻ വാട്ടർ അസിഡിക് ആകും. ഒപ്പം HB കുറയുന്നത് കാണാം. ചിലരിൽ മാത്രമാണ് HB കുറയാതെന്ന് കണ്ടിട്ടുള്ളത്. മിക്കവാറും ചുവന്ന രക്താണുക്കളുടെ ഉത്പാദനം കുറഞ്ഞു വരുന്നതിന്റെ കാരണം ഈ മജ്ജയുടെ അസിഡിറ്റിയാണ്. ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് കാരണം എന്നുള്ളത്. അതായത് ഈ താരനെ നിസ്സാരമായിട്ട് ആരും കാണരുത്. കാരണം ഇത് പതുക്കെ പതുക്കെ വ്യാപിച്ച് ശരീരം മുഴുവൻ വ്യാപിച്ച് സോറിയാസിസ് എന്ന് പറയുന്ന ഇതിലേക്ക് വരും. സോറിയാസിസും കൊണ്ട് എത്രയോ പേരാണ് വിഷമിക്കുക. സോറിയാസിസ് മാറ്റാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഒരുപാട് വാഗ്ദാനങ്ങൾ ഇതിലൊക്കെ കാണാം. ഒരുപാട് വാഗ്ദാനങ്ങൾ സോറിയാസിസ് മാറ്റിക്കളയാൻ ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ്. കാരണം ഈ സോറിയാസിസ് എന്ന് പറയുന്നത് താരനും അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. അപ്പൊ താരൻ നിസ്സാരമായി കൊണ്ടുപോയി താൽക്കാലികമായി പരസ്യത്തിൽ കാണുന്ന എണ്ണയും ഷാമ്പൂ എല്ലാം മേടിച്ച് തേച്ച് മുന്നോട്ട് പോയാൽ ഉറപ്പായിട്ടും അത് സോറിയാസിസിലേക്ക് വരും. ആ സോറിയാസിസ് പിന്നെ മാറ്റണമെന്നുണ്ടെങ്കിൽ തപസ് ചെയ്താലേ മാറ്റാൻ പറ്റും. തപസ് ചെയ്യണ പോലെ മാറ്റണം. അപ്പൊ ഇതിന്റെ കാരണങ്ങളൊക്കെ നമുക്ക് ഞാൻ അസിഡിറ്റി ഉണ്ടാകാനുള്ള കാരണങ്ങൾ മുഴുവൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മലബന്ധം ഉണ്ടെങ്കിൽ അസിഡിറ്റി ഉണ്ടാകും. വിയർക്കാതിരുന്നാൽ അസിഡിറ്റി ഉണ്ടാകും. ടെൻഷൻ ഉണ്ടെങ്കിൽ അസിഡിറ്റി ഉണ്ടാകും. ഉറക്കം നിൽക്കുന്ന ജോലി അല്ലെങ്കിൽ ഉറക്കക്കുറവ് അസിഡിറ്റി ഉണ്ടാക്കും. അനിമൽ പ്രോട്ടീൻ, പ്ലാന്റ് പ്രോട്ടീൻ, ഇറച്ചി, മീന്, മുട്ട, പാല്, ഉഴുന്ന്, ചെറുപയർ, വൻപയർ, കടല, ഗ്രീൻ പീസ്, പരിപ്പ്, സോയ, ഇതെല്ലാം തന്നെ പ്രോട്ടീനുകളാണ്. ഈ പ്രോട്ടീൻ ദഹിക്കേണ്ട ദഹനരസം എന്ന് പറയുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. അപ്പൊ നമ്മൾ കൂടുതലായി പ്രോട്ടീൻ, അത് പ്ലാന്റ് പ്രോട്ടീൻ ആയാലും ചെറുപയർ, പരിപ്പ് വർഗ്ഗങ്ങളായാലും ഇറച്ചി, മുട്ടയായാലും ശരി, ഇത് കൂടുതൽ കഴിച്ചാൽ കൂടുതൽ യൂറിക് ആസിഡ് ഉണ്ടാകുകയും മാക്സിമം കിഡ്നിയും പുറത്ത് കളയുകയും എക്സസ് വന്നാൽ അത് ബ്ലഡ് ആസിഡിക് ആകുകയും അത് വീണ്ടും ത്വക്ക് രോഗത്തിലേക്ക് വഴിവെക്കുകയും ചെയ്യും. ഇതാണ് അതിന്റെ ബേസിക് റീസൺ. ഇതാണ്. ഇതൊന്നും മാറ്റാതെ താരം മാറ്റാന്ന് ആരും കരുതണ്ട. ചിലര് എൻ്റെ ഇടയ്ക്ക് പറഞ്ഞു വരാറുണ്ട്, ഏതാണ്ട് ഒരു എണ്ണ കാച്ചി പുരട്ടാൻ താൽക്കാലിക ശമനം ഉണ്ടാകും, യാതൊരു സംശയമില്ല. എന്ത് ചെയ്താലും താൽക്കാലിക ശമനം ഉണ്ടാകും. ഏതെങ്കിലും വാക്സ് പുരട്ടി ത്വക്കിന്റെ ഇത് മാറ്റിക്കഴിഞ്ഞാൽ അത് ഉടനെ ശ്വാസം മുട്ടലിലെ ആസ്മയിലേക്ക് മാറും. കുറച്ച് നാൾ കൂടി കഴിഞ്ഞാൽ അതിശക്തമായി ബോംബ് പൊട്ടിത്തെറിക്കണ പോലെ പൊട്ടിത്തെറിച്ച് ഇത് വെളിയിലേക്ക് വരും. ഇത് മാലിന്യമാണ്. മാലിന്യം ഇത് വിയർപ്പിച്ച് വെളിയിലേക്ക് കളഞ്ഞേ പറ്റൂ. നമ്മളുടെ മാലിന്യം എങ്ങനെ വെളിക്കളയണം എന്നുള്ളതാണ് പ്രധാന കാര്യം. അതില് മാലിന്യം പോകുന്ന 4 വഴികളും നമ്മൾ വ്യക്തമായി പഠിപ്പിച്ചിട്ടുള്ളതാണ്. മലം നന്നായിട്ട് പോകണം. ആ മലം പോകാതിരുന്നാൽ, മലബന്ധം ഉണ്ടായാൽ ഒരുപാട് രോഗങ്ങൾ വരും. എല്ലാ രോഗങ്ങൾക്കും കാരണമാണ് മലബന്ധം എന്ന് ഞാൻ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. ആ മലം പോകാതിരുന്നാൽ, വെള്ളം ആവശ്യത്തിന് കുടിക്കാതെയും ഇരുന്നാൽ മലത്തിലെ വെള്ളം ശരീരം തിരിച്ചെടുക്കും. അത് വെളിയിലേക്ക് വരിക ത്വക്കിലൂടെ ആയിരിക്കും. അപ്പൊ മലബന്ധം ഇതിന് കാരണമാണ്. വിയർക്കാതിരുന്നാൽ ടെൻഷൻ ഇതിനൊരു കാരണമാണ്. ടെൻഷൻ അല്ല കാര്യം, ടെൻഷൻ കൊണ്ടുണ്ടാകുന്ന അസിഡിറ്റിയാണ്. ഭക്ഷണത്തിലുള്ള അസിഡിറ്റി, ടെൻഷൻ കൊണ്ടുള്ള അസിഡിറ്റി, ഏതായാലും ശരി, എങ്ങനെയായാലും അസിഡിറ്റി ഉണ്ടാകാതെ നോക്കിയേ പറ്റൂ. ബ്രെയിൻ വാട്ടർ അസിഡിറ്റി മാറ്റിയേ പറ്റൂ. മജ്ജയുടെ അസിഡിറ്റി മാറ്റിയേ പറ്റൂ. രക്തത്തിന്റെ അസിഡിറ്റി മാറ്റിയേ പറ്റൂ. ആ രീതിയിലുള്ള ഒരു ഭക്ഷണ ക്രമീകരണം, അസിഡിറ്റിയെ നിർവീര്യമാക്കാനുള്ള ആൽക്കലൈൻ വാട്ടർ കൺസംഷൻ, ഇതൊരു സയൻസ് അല്ലേ? കോമൺ മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സയൻസ് ആണ്. ആസിഡ് കൂടുതലാണ്, അതാണ് അതിന്റെ പ്രശ്നം. അതിന്റെ പരിഹാരം 7ാം ക്ലാസ് കെമിസ്ട്രി അല്ലേ? ആൽക്കലൈൻ ആണ്. സകല പച്ചക്കറികളും ആൽക്കലൈൻ ആണ്. അതിൽ നല്ല നല്ല ക്വാണ്ടിറ്റി ആൽക്കലൈൻ കണ്ടന്റ് ഉള്ളതാണ് കുക്കുംബർ, കുമ്പളങ്ങ, പടവലങ്ങ, ചൊരക്ക പോലെയുള്ളത്. അത് നല്ല ആൽക്കലൈൻ ആണ്.
ഈ ആൽക്കലൈൻ കണ്ടന്റുകളിൽ ഏറ്റവും നമുക്ക് വേണ്ടത് കുക്കുംബറാണ്. സലാഡ് കുക്കുംബർ, വെള്ളരി, കറി വെക്കാൻ ഉപയോഗിക്കാത്ത വെള്ളരി. അത് കറി വെക്കാൻ പറ്റില്ല, കാരണം ആ കുക്കുംബറിനകത്ത് വെള്ളമാണ് കൂടുതൽ. അപ്പൊ കറി വെക്കാൻ പറ്റില്ല. വെള്ളരിക്ക കറി വെക്കാം, എന്നാൽ കുക്കുംബറിനകത്ത് വെള്ളം കൂടുതൽ ഉള്ളതുകൊണ്ട് കറി വെക്കാൻ പറ്റില്ല. ഈ കുക്കുംബറിനകത്ത് ആൽക്കലൈൻ ഉണ്ട്. എത്ര നിസ്സാരമായ ഒരു കാര്യമാണെന്ന് ആലോചിച്ച്. നമ്മുടെ സകല രോഗങ്ങളുടെയും കാരണങ്ങളിലൊന്ന് ഈ മാലിന്യം, അസിഡിറ്റി എന്ന മാലിന്യമാണെന്ന് തിരിച്ചറിയുക. അസിഡിറ്റി എന്ന മാലിന്യം, രക്തത്തിലെ അസിഡിറ്റി എന്ന് പറയുന്ന മാലിന്യമാണ്. ഈ താരന്റെ കാരണം അതാണ്. അപ്പൊ ഇതെങ്ങനെ നമുക്ക് മാറ്റാം, ഇതിനുള്ള പരിഹാരം എന്താണ് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എന്താണ് ആലോചിക്കുക? മാലിന്യങ്ങളെ പുറന്തള്ളണം. ഒന്നാമത്തെ ജോലി വിയർപ്പിക്കുക എന്നുള്ളതാണ്. വിയർപ്പിക്കുക. ഈ ത്വക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും വിയർപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനം. കൂട്ടത്തിൽ ഞാനൊരു കാര്യം പറയാം. വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി വളരെ വ്യാപകമായി കണ്ടുവരുന്നു. ഇതിനെല്ലാം ഗുളിക കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കേണ്ട ത്വക്കാണ് സൂര്യപ്രകാശത്തിൽ നിന്നും. വിറ്റാമിൻ ഡിയെ പറ്റിയുള്ള ഒരു ക്ലാസ് നമ്മൾ ഇതിൽ കിടപ്പുണ്ട്. അതിൽ വ്യക്തമായി ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്. വിറ്റാമിൻ ഡി ത്വക്ക് രോഗമാണ്, വേറെ ഒന്നുമല്ല. ഈ വിയർക്കാത്തത് കൊണ്ട് ഉള്ള രോഗമാണ്. അതെന്റെ പ്രാരംഭമാണെന്ന് പറയാം. അത് കഴിഞ്ഞാണ് സോറിയാസിസ്, താരൻ എല്ലാം വരിക. വിയർപ്പിക്കുക. നാരങ്ങ തൈലം അല്ലെങ്കിൽ പരിണിത കേര ക്ഷീര തൈലം മാർക്കറ്റിൽ കിട്ടുന്ന തൈലമാണ്. ജംബീര തൈലം വടകര സിദ്ധാശ്രമംകാരുടെ ഒരു തൈലാണ്. വടകര, കോഴിക്കോട് വടകരയിലുള്ള സിദ്ധാശ്രമംകാർക്ക് ഒരു നല്ല തൈലമുണ്ട്, ജംബീര തൈലം. ഈ തൈലം ദേഹമാസകലം പുരട്ടി. ഇതിലേതെങ്കിലും ഒന്ന്, നാരങ്ങ തൈലമാകാം, പരിണിത കേര ക്ഷീര തൈലമാകാം, ജംബീര തൈലമാകാം. ഇതെല്ലാം നാരങ്ങ ബേസ്ഡ് ആയിട്ടുള്ള തൈലമാണ്. ഇതിലേതെങ്കിലും ഒരു തൈലം ദേഹമാസകലം പുരട്ടി സ്റ്റീം ബാത്ത് എടുത്തേ വിയർപ്പിക്കാൻ പറ്റൂ. വിയർക്കും. മഴ പെയ്യണത് പോലെ രോമകൂപങ്ങൾ മുഴുവൻ വിയർക്കും. അപ്പോൾ അതിലൂടെ വിയർപ്പും അസിഡിറ്റിയും ഉപ്പും വെളിപ്പോവും, സോഡിയവും ഉപ്പും വെളിപ്പോവും. അങ്ങനെ നമ്മുടെ ശരീരകോശങ്ങളെ വിയർപ്പിക്കലിലൂടെ നമുക്ക് ശുദ്ധീകരിക്കാൻ പറ്റും. ഈ വിയർപ്പിക്കലിന് നമ്മൾ ഒരുപാട് സംവിധാനങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അതിനുള്ള വിയർപ്പിങ് ചേമ്പറൊക്കെ ഇറക്കിയിട്ടുണ്ട്, പല വിധത്തിലെ ആളുകൾ ഇറക്കിയിട്ടുണ്ട്. ആയുർവേദ ഹോസ്പിറ്റലുകളിൽ ചികിത്സിക്കാൻ ചെല്ലുമ്പോൾ വിയർപ്പിക്കുന്നതിന് ചില കണ്ടീഷൻസ് ഒക്കെ പറയുന്നുണ്ട്. എന്തിനാണ് ഈ കണ്ടീഷൻ എന്ന് എനിക്കറിയില്ല. വെറുതെ ഒരു പ്രഷർ ഉള്ളവർ, ശക്തമായ പ്രഷർ ഉള്ളവർ ഒരു ഡോക്ടറുടെ നിയന്ത്രണത്തിൽ വിയർപ്പിക്കുക. അല്ലെങ്കിൽ എല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. പക്ഷേ അത് തടി കൊണ്ടുള്ളതാവരുത്, തുണി കൊണ്ടായിരിക്കണം ചെയ്യുമ്പോൾ. അതിനകത്ത് പ്രഷർ അനുഭവപ്പെടാതെയുള്ള എക്സസ് ആവി വന്നാൽ അത് വെളിയിലേക്ക് പോകാനുള്ള വഴികളുള്ള ഒരു ചേംബർ, അതാണ് തുണി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ചേംബറിനകത്ത് കയറിയിരുന്ന് ആവി ഈ ചേംബറിനകത്തേക്ക് വിട്ട് വിയർപ്പിച്ചാൽ നമുക്ക് ഇത് മാറ്റിയെടുക്കാം. ആദ്യത്തെ ജോലി വിയർപ്പിക്കലാണ്. ഇൻക്ലൂഡിങ് വിറ്റാമിൻ ഡിക്കുള്ള ചികിത്സയും ഇതാണെന്ന് അറിഞ്ഞിരിക്കുക. വിറ്റാമിൻ ഡിക്കുള്ള ചികിത്സ, വിറ്റാമിൻ ഡി ശരീരം ഉൽപ്പാദിപ്പിക്കാനുള്ള ചികിത്സ വിയർപ്പിക്കലാണ്. അപ്പൊ എല്ലാവരും വിയർപ്പിക്കാനുള്ള സംവിധാനം ചെയ്യുക. സാമ്പത്തികം ഇല്ലാത്തവരെ ഒരുപാട് പേര് വരുന്നുണ്ട് എൻ്റെ അടുക്കല്. അപ്പൊ ഞാൻ പറയും, അവരുടെ വിയർപ്പിക്കണമെന്നുണ്ടെങ്കിൽ വെയിലത്ത് കമ്പിളി കൊണ്ട് സ്വയമരണം ഉണ്ടാക്കിയെടുക്കുക, എന്നിട്ട് എടുക്കാം. പായ കൊണ്ടെടുക്കാം. അല്ലെങ്കിൽ ഈ വലിയ ഫ്രിഡ്ജിന്റെ കവർ മേടിച്ചിട്ട് വന്നിട്ട് മൂന്നിലൊന്ന് വെട്ടിക്കളഞ്ഞിട്ട് അതിനെ ഒരു ചേംബറായിട്ട് ഉപയോഗിക്കാം. സൗകര്യപ്രദമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് സാധനങ്ങൾ നമുക്ക് മാർക്കറ്റിലുണ്ട്. തന്നെത്താൻ വേണമെങ്കിൽ ഒരു ചേംബർ ഉണ്ടാക്കാം. ഇത് വലിയ കാര്യമുള്ള കാര്യമല്ല. അവരവർ തന്നെ ഉണ്ടാക്കാം. അല്ലെങ്കിൽ 7,000, 4,000 മുതൽ 18,000 രൂപ വരെയുള്ള ചേംബറുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ ചേംബറുകൾ വാങ്ങിയിട്ട് സ്റ്റീം ബാത്ത് എടുക്കുക. അത് വളരെ പ്രധാനമാണ്. ആഴ്ചയിൽ ഒരിക്കൽ നാൽപ്പാമര തൈലം എന്ന് പറഞ്ഞൊരു തൈലം മേടിക്കാൻ കിട്ടും. ആഴ്ചയിൽ ഒരിക്കൽ ആ നാൽപ്പാമര തൈലം തേച്ച് ഒരു എണ്ണ തേച്ച് ഉപയോഗിക്കും. ഇത്രയേ ഉള്ളൂ. ആഴ്ചയിൽ ഒരിക്കൽ ആ എണ്ണ നാൽപ്പാമര തൈലം മുഴുവൻ കഴുകി കളയരുത്. ആദ്യത്തെ ദിവസം കടലമാവ് കൊണ്ട് ഇഞ്ചയും ഉപയോഗിച്ച് തേച്ച് കുളിക്കുക. പിറ്റേ ദിവസം പൂർണ്ണമായും കടലമാവ് ഉപയോഗിച്ച് തേച്ച് കുളിക്കാം. സോപ്പ് ഉപയോഗിക്കരുത്. കടലമാവ്, പയറുപൊടിയും ഉപയോഗിക്കരുത്. പയറുപൊടി ത്വക്കിനെ കൂടുതൽ ഡ്രൈ ആക്കും.
കടലമാവ് അത്രയ്ക്ക് ചെയ്യില്ല. അതുകൊണ്ട് കടലമാവ് പേസ്റ്റ് പോലെ എടുത്തിട്ട് ഇഞ്ച മേടിക്കാൻ കിട്ടുന്ന സാധനമാണ്. ഇഞ്ച എടുത്ത് കടലമാവ് പേസ്റ്റില് മുക്കി ദേഹമാസകലം തേച്ച് കുളിക്കുക. സോപ്പിനേക്കാളും വൃത്തിയാക്കാൻ പറ്റും. ശരീരം സോപ്പ് കൊണ്ട് കുളിക്കുന്നതിനേക്കാളും വൃത്തിയാക്കാൻ പറ്റുന്ന ഒന്നാണ് കടലമാവ്. ആ കടലമാവ് കൊണ്ട് തേച്ച് കുളിക്കുക. ഇനി ഇഞ്ചയ്ക്ക് പകരം പച്ച വാഴയില പിച്ചി കീറി ചകിരി പോലെ ആക്കിയിട്ട് ആ വാഴയില ചകിരി വെച്ച് തേച്ച് കുളിച്ചാലും കുറെ കൂടി നല്ലതാണ്. ചൊറിച്ചിൽ കുറഞ്ഞു കിട്ടും. ശരീരത്തിന്റെ ചൊറിച്ചില് വളരെയധികം ചൊറഞ്ഞു കിട്ടാൻ ഉപകരിക്കുന്ന ഒന്നാണ് വാഴയില, പച്ച വാഴയില. മറ്റൊന്ന് എക്സർസൈസ്. യൂട്യൂബില് KV ദയാൽ എക്സർസൈസ് എന്ന് അടിച്ചാല് എല്ലാവർക്കും ഒരു എക്സർസൈസ് കിട്ടും. ഈ എക്സർസൈസ് പതുക്കെ 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 ചെയ്തു കൊള്ളുക. കൂട്ടി അപൂർണമായും എക്സർസൈസ് ചെയ്യുക. ആർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. എത്ര വയസ്സായവർക്കും ചെയ്യാവുന്ന ഒരു എക്സർസൈസ് ആണ്. ആദ്യം ഇരുന്നുകൊണ്ട് ചെയ്യുക. എഴുന്നേറ്റ് നിന്ന് ചെയ്യാൻ പാടില്ലാത്തവർ ചെയ്യണ്ട. ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യുക. കാര്യം ഇത്രയേ ഉള്ളൂ, ശരീരത്തിനുള്ളിലെ മലിന വായുവിനെ വെളിക്കളയലാണ്. ഈ മലിന വായു വെളിയിലേക്ക് പോകുമ്പോൾ മലിന ജലവും പോകും. ഈ മാലിന്യങ്ങളും ജലത്തിനോടാണ് പുറത്തോട്ട് പോകണ്ടേ. അപ്പൊ അതിനുള്ള ഒരു എക്സർസൈസ് ആണ്. ഈ എക്സർസൈസ് കൊണ്ട് തന്നെ ശരീരത്തിന്റെ മാലിന്യവും കളയാം, മനസ്സിന്റെ മാലിന്യവും കൂടി കളയാം. രണ്ട് മാലിന്യങ്ങൾ ഒരുമിപ്പിച്ച് കളയാൻ പറ്റുന്ന ഒന്നാണത്. അതോടൊപ്പം നമ്മളുടെ ചൈതന്യം, ജീവചൈതന്യം ഒരു പടി വരെ കൂട്ടാനും ഉപകരിക്കുന്ന ഒന്നാണത്. അപ്പൊ അതുകൊണ്ട് എക്സർസൈസ് മുടങ്ങാതെ ചെയ്യുക. ബാക്കിയുള്ള എക്സർസൈസുകൾ ഒന്നും നിർത്തണ്ട. പക്ഷേ അതിനകത്തിൽ നിന്നും കുറച്ച് സമയം കടമെടുത്ത് ഈ എക്സർസൈസ് ചെയ്യുക. സാധാരണ രീതിയിൽ ഇപ്പൊ രാവിലെ പോകുമ്പോൾ കാണാം, റോഡ് മുഴുവൻ നിറഞ്ഞ ആളുകൾ നടക്കുകയാണ്. നടക്കുന്ന എക്സർസൈസ് പോരാ എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അത് എക്സർസൈസ് ആണ്, നല്ലതാണ്. നടപ്പ് കൊണ്ട് മാത്രം കാര്യമില്ല. നമ്മള് മാലിന്യങ്ങൾ പുറന്തള്ളാൻ ഉതകുന്ന എക്സർസൈസ് തന്നെ വേണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു എക്സർസൈസ് ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. അത് നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. മറ്റൊന്ന് അവക്കാഡോ. നമ്മൾ സാധാരണ ഇതിൽ കുക്കുംബർ ജ്യൂസ് രാവിലെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് കുടിക്കുക, വൈകുന്നേരം കുടിക്കുക. കിടക്കുന്നതിന് മുമ്പ് ഒരു കുക്കുംബർ കടിച്ചും തിന്നുക. രക്തത്തിന്റെ അസിഡിറ്റി ഇല്ലാതാക്കാൻ വേണ്ടി പറയുന്ന കാര്യമാണ്. എന്നാൽ താരനും മജ്ജയുമായി ബന്ധപ്പെട്ട കാര്യത്തില് ഒരു വെള്ളത്തിന്റെ ആൽക്കലൈൻ കൊണ്ട് നമുക്ക് നിർവീര്യമാക്കാൻ പറ്റില്ല. അതിനാണ് അവക്കാഡോ എന്ന് പറയുന്ന ഫ്രൂട്ട് ഉപയോഗിക്കാൻ പറയുക. ആ അവക്കാഡോ ഫ്രൂട്ട് വാട്ടർ സോളുബിൾ ഫാറ്റാണ്. ആ ഫാറ്റ് മജ്ജയിലും ബ്രെയിനിലും എത്തും. ബ്രെയിൻ വാട്ടറിൽ എത്തിയിട്ട് അതിന്റെ pH ന്യൂട്രലാക്കാൻ കഴിയും. കാരണം അവക്കാഡോ ഒരു pH ന്യൂട്രൽ ഫ്രൂട്ടാണ്. അതിന്റെ pH ന്യൂട്രലാണ്. അതുകൊണ്ട് തന്നെയാണ് അത് ഉപകാരിക്കപ്പെടുന്നത്. ഇപ്പൊ അവക്കാഡോ കഴിക്കാം. അവക്കാഡോ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. കിട്ടുന്നത് ഒരുപാട് നല്ല വിലയാണ്. കിട്ടുന്നതിൽ നല്ലൊരു ശതമാനം കേടായി പോവുകയും ചെയ്യും. മേടിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ 2 ദിവസം കൊണ്ട് പഴുക്കും. അത് തിന്നുക. അതിന്റെ തോടയിലുള്ള ആ ഇത് ഭാഗം, ആ വെണ്ണപ്പഴാണത്. ആ വെണ്ണ തലയോട്ടിൽ തേച്ച് പിടിപ്പിക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് അതായത് മുടിയുടെ അടിയില് ഈ വെണ്ണ എടുത്തിട്ട് തലയോട്ടിൽ തേച്ച് പിടിപ്പിക്കാം. തേച്ച് പിടിപ്പിച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ താരന് ഒരു ശമനം കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ്. മറ്റൊന്ന് ചെമ്പരത്തി താളിയാണ്. 5 ചെമ്പരത്തി ഇല, ചെമ്പരത്തിയുടെ മൊട്ട 5 എണ്ണം, പൂവ് 5 എണ്ണം എടുത്ത് 1/2 ഗ്ലാസ് പുതിയ കഞ്ഞിവെള്ളത്തിൽ മിക്സിയിൽ അരിച്ചെടുത്ത് ആഴ്ചയിൽ ഒരിക്കൽ തലയിൽ തേച്ച് തലയിൽ താളി, ചെമ്പരത്തി താളി എന്നാണ് ഇതിന് പറയുക. ചെമ്പരത്തി താളി തേച്ചാല് ഷാമ്പു ഇടുന്നത് പോലെ മുടി നല്ല സിൽക്ക് പോലെ കിടക്കും. ഈ താരൻ വരുന്നതിനെ നമുക്ക് ഒഴിവാക്കുകയും ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഇത് ശരിയാക്കാൻ പറ്റുന്നേ ഉള്ളൂ. മറ്റൊന്ന്, അസിഡിറ്റി ഉണ്ടാക്കുന്ന ഇറച്ചിയും മുട്ടയും, അറ്റ്ലീസ്റ്റ് ഇറച്ചിയും മുട്ടയും ഒരു താരൻ ഒതുങ്ങുന്നത് വരെ കഴിക്കാണ്ടിരിക്കുക. ഗ്രീൻ പീസും സോയയും ഒഴിവാക്കുക. എണ്ണയിൽ വറുത്ത സാധനങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക. അതായത് ഉപ്പിലിട്ടത്, അച്ചാറുകൾ, ഇതുപോലുള്ളതും ഒഴിവാക്കാൻ നോക്കുക. ഒരു കാര്യം അറിഞ്ഞിരിക്കുക,
താരൻ പോകാനായിട്ട് മരുന്നോ എണ്ണയോ ഇല്ല. ശരീരത്തിൽ ബ്ലഡിലുള്ള ഇതിന്റെ വെള്ളത്തിലുള്ള, അതായത് തലച്ചോറിലെ വെള്ളത്തിലുള്ള, ബ്രെയിനിലെ വാട്ടറിലുള്ള മാലിന്യങ്ങൾ പുറത്തു പോകാതെ, അസിഡിറ്റി പോകാതെ നിങ്ങൾക്ക് താരനോ സോറിയാസിസോ മാറ്റാമെന്ന് ആരും കരുതണ്ട. ലോകത്ത് മരുന്നില്ല, ഇതിന് മരുന്നില്ല. കാരണം 100% ഇത് മാലിന്യമാണ്. കളയുന്നതിൽ എന്തിനാണ് മടിക്കണേ? ആ വഴികൾ, 4 വഴികൾ: മലം, മൂത്രം, വിയർപ്പ്, ഉച്ഛ്വാസവായു. എക്സർസൈസ് ഉച്ഛ്വാസവായുവിലൂടെ മാലിന്യം കളയലാണ്. പിന്നെ മാലിന്യം കളയുന്ന ആളാരാണ്? ശരീരത്തില് മാലിന്യങ്ങളെ നിർവീര്യമാക്കുന്ന ആള് ലിവറാണ്. അപ്പൊ ലിവറിനൊരു പ്രൊമോഷൻ കൊടുക്കുന്നത് നല്ലതാണ്. അതിന് പറ്റിയ ഒരു സാധനമാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന പൂവരശ്, പൂപ്പരുത്തി എന്ന് ചിലടത്ത് പറയും, ശീലാന്തി എന്ന് ചിലടത്ത് പറയും. പൂവരശ് പണ്ട് കാലത്ത് ഇടിയപ്പവും ഇഡ്ഡലിയൊക്കെ അമ്മൂമ്മമാർ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന ഇല. അതിന്റെ ഇല എടുത്തൊരു 4 എണ്ണം 10 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചത് കുടിക്കുക. ലിവറിനൊരു പ്രൊമോഷൻ കിട്ടും. വിറ്റാമിൻ ബിയും സിയും ചേർന്ന ഇംഗ്ലീഷ് കടയിൽ നിന്ന് കിട്ടുന്ന ഒരു ഗുളിക, അത് കഴിക്കുക. ഒരു 10-60 ദിവസം ലിവർ പ്രൊമോഷനായി. ഇനി രക്തത്തിലെ ശുദ്ധിയാക്കാൻ കൂടി വേണമെന്നുണ്ടെങ്കിൽ പൂവരശിന്റെ ഇലയുടെ കൂട്ടത്തിൽ 5 ഗ്രാം നമുക്ക് നറുനീണ്ടി, 5 ഗ്രാം പതിമുഖം, ഇത് രണ്ടും കൂടി ഇട്ട വെള്ളം കുടിച്ചാൽ രക്തം ശുദ്ധമാക്കാനും രക്തത്തിലെ മാലിന്യങ്ങൾ കുറക്കാനും ഉപകരിക്കുന്നതാണ്. അതായത് ഒരു കുടിവെള്ളം കരളിനെ വീര്യമുള്ളതാക്കും, കരുത്തുറ്റതാക്കും, ഒപ്പം രക്തത്തിലെ മാലിന്യം പുറത്തു കളയാനും പറ്റുന്ന രീതിയിലുള്ള ഒരു കുടിവെള്ളമാണ്. പൂവരശില 4 എണ്ണം, നറുനീണ്ടി 5 ഗ്രാം, പതിമുഖം 5 ഗ്രാം, 10 ഗ്ലാസ് വെള്ളം. ഒന്ന് തിളച്ചാൽ മതി, എന്നിട്ട് കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുക. അത് തിളച്ചു കഴിഞ്ഞാൽ പൂവരശിന്റെ ഇല എടുത്തു കളയാൻ മടിക്കേണ്ടതില്ല, അല്ലെങ്കിൽ അത് പെട്ടെന്ന് വളിച്ചു പോകാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന്, പ്രതിരോധ ശക്തി കൂട്ടാനും കോശങ്ങളുടെ കൊളജൻ സൃഷ്ടിക്കാനും ഉള്ള ഒരു പ്രതിരോധ സംവിധാനമാണ് നമുക്ക് ശരീരത്തിന് കൊടുക്കേണ്ടത്. ഇതിൽ 1-ാം തരം 2 ആന്റി ഓക്സിഡൻസ് വേണം. സകല ഫ്രൂട്ട്സും ആന്റി ഓക്സിഡൻസ് ആണ്. ഈ ഭൂമിയിലെ സകല ഫ്രൂട്ട്സും ആന്റി ഓക്സിഡൻസ് ആണ്. ഈ ആന്റി ഓക്സിഡന്റ് എന്ന് പറഞ്ഞാൽ ശരീരത്തിനുള്ളിലെ രക്തത്തിലെ മാലിന്യങ്ങളെ നിർവീര്യമാക്കി പുറത്തു കളയുന്ന ഒന്നാണ്. അതിലൊന്ന് വിറ്റാമിൻ സി ആണ്. വിറ്റാമിൻ സി പൗഡർ മേടിക്കാൻ കിട്ടും മാർക്കറ്റിൽ. നല്ല ക്വാളിറ്റി എവിടെയുണ്ടെന്ന്, ഡ്രീംസ് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട് ബാംഗ്ലൂരിൽ. അവരുടെ വിറ്റാമിൻ സി പൗഡർ സിന്തറ്റിക് ആണ്. അതാണ് ഗുണകരമായി ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ ബയോസി എന്നൊക്കെ പറഞ്ഞിറങ്ങുന്ന ഒരുപാട് സികൾ ഉപയോഗിച്ച് നോക്കി, റിസൾട്ട് കിട്ടിയില്ല. പക്ഷേ ഇതിൽ റിസൾട്ട് ഉണ്ട്. വിറ്റാമിൻ സി പൗഡർ ചെറിയ സ്പൂണിന് 1/4 സ്പൂൺ ഓരോ ഗ്ലാസും ഈ കുടിവെള്ളത്തിൽ കലക്കി 3 നേരം ആഹാരത്തിന് ശേഷം കഴിക്കുന്നത് പ്രതിരോധ ശക്തി കൂട്ടാൻ നല്ലതാണ്. ഏത് രോഗത്തിനും, ഇന്ന രോഗത്തിനില്ല. മറ്റൊന്ന് ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്റ്റ് ആണ്. മുന്തിരിക്കുരുവിന്റെ ഒരു എസൻസ് ഗുളിക രൂപത്തിൽ കിട്ടും. ഒരു ഗുളിക വീതം 3 നേരം. ഇത് രണ്ടും വണ്ടർഫുൾ ആന്റി ഓക്സിഡന്റ് ആണ്. നല്ല കോമ്പിനേഷൻ ആണെന്നുള്ളതാണ് പ്രധാനം. വിറ്റാമിൻ സിയും ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്റ്റും ഒപ്പം വിറ്റാമിൻ ബി സിയും കൂടി ചേർന്ന B+4 എന്ന് പറയുന്ന ഗുളിക ഇംഗ്ലീഷ് കടയിൽ നിന്ന് കിട്ടും. ഇതൊരെണ്ണം കഴിക്കുന്നത് ലിവറിന് നല്ലതാണ്. ഈ 3ഉം ഒരു വണ്ടർഫുൾ കോമ്പിനേഷനായി ഞാൻ കണ്ടിട്ടുണ്ട്. ജലദോഷം മുതൽ ക്യാൻസർ വരെ ഏത് രോഗത്തിനും ഒരു പ്രതിരോധ സംവിധാനം കൂട്ടാൻ ഉപകരിക്കുന്ന ഒരു പ്രതിരോധ സാധനങ്ങളാണ് ഇത് 3 എണ്ണം. വിറ്റാമിൻ സി പൗഡർ, ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്ട്, വിറ്റാമിൻ B+C, Bയും സിയും കൂടി ചേർന്ന ഗുളിക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ഇത് മാറിക്കിട്ടും. അതായത് താരനെ പറ്റി ഒരു വ്യാകുലതയുടെ ആവശ്യമേ ഇല്ല. നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ.